ഫലമായി. ഒന്നിനു പുറകെ ഒന്നൊന്നായി മാറി മാറി ശത്രുവിനോട് പോരാടുമ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളും, പിശാചിന്റെ പ്രവൃത്തി തീരാൻ കാലമായി. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ സമയമായി. വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുകയും സർവശക്തനായ ദൈവം നിന്നെ ഒരിക്കൽ കൈവിടുകയില്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനം നാം ഒന്ന് പഠിച്ചാൽ അവിടെ കാണാൻ കഴിയും. നിന്റെ അനർത്ഥത്തിൽ സ്വന്തം കർത്താവ് ആശ്വാസപ്രദനായി വരും. നിന്റെ രോഗത്തിൽ സൗഖ്യദായകനായി കർത്താവ് വരും. സ്വന്തം നിന്റെ ഇല്ലായ്മകൾ നിറച്ചു തരുവാൻ എന്റെ കർത്താവ് വരും. പക്ഷെ ആ കർത്താവ് വരണമെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിന്നെ സമർപ്പിക്കണം. സ്വത്രം. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവകരത്തിൽ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ കൂട്ടാളിയെ ദൈവകരത്തിൽ കൊടുത്തിട്ട് ഉപവസിക്കണം. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കണ്ണുനീരോടെ നീ ആയിരുന്നാൽ ലോക